إن الحمد لله صلى وسلم على نبينا مصطفى محمد صلى الله عليه وسلم وعلى آله وصحبه أجمعين أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم സൂറ അൽ ഫുർഖാൻ 42-ാമത്തെ വചനത്തിന്റെ വ്യാഖ്യാനം നോക്കൂ നിങ്ങൾ. നിശ്ചയമായും അവൻ നമ്മെ പഴപ്പിക്കുക തന്നെ ചെയ്യുമായിരുന്നു, വഴിപിഴവിലാക്കുക തന്നെ ചെയ്യുമായിരുന്നു. നോക്കൂ നിങ്ങൾ, ആരെ കുറിച്ചാണ് പറയുന്നത്? മക്കക്കാർ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറ്റി പറയുകയാണ്. ഞങ്ങള് ആ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഴപ്പിക്കുമെന്നാണ് അവർ പറയുന്നത്. നമ്മുടെ ആരാധ്യന്മാരെ തൊട്ട് വഴിതെറ്റിക്കുക തന്നെ ചെയ്യുമായിരുന്നു എന്നാണ്. ലൗല, എങ്ങനെയായിരുന്നില്ലെങ്കിൽ, ലൗല അൻ സ്വബർന അലൈഹ, നാം ആ ആലിഹത്തുകൾ ആരാധ്യന്മാരുടെ മേൽ നാം ക്ഷമയോടുകൂടി നിലകൊണ്ടില്ലായിരുന്നുവെങ്കിൽ എന്ന് പറഞ്ഞാൽ, നാം സ്ഥിരചിത്തരായി ആ നിലനിർത്തുന്ന ദാർഢ്യത്തോടുകൂടി ആ ഇലാഹുകളെ മുറുകെ പിടിച്ചുകൊണ്ട് അതിൽ തന്നെ ആ ഉറച്ചു നിന്നതുകൊണ്ടാണ് ഞങ്ങൾ വഴിപിഴക്കാത്തതെന്നാണ് അവർ പറയുന്നത്. നോക്കൂ നിങ്ങൾ, എത്ര തരത്തിലുള്ള കഠിനമായ അവരുടെ മനസ്സിൽ തട്ടിയ വിശ്വാസം നോക്കൂ. ആ ആലിഹത്തുകളൊക്കെയും അള്ളാഹുവിന് ഓർമ്മയുള്ള ആ അള്ളാഹുവിന്റെ സൃഷ്ടികളൊക്കെയും അവരെ കൈപിടിക്കും, അവരെ സഹായിക്കും, അള്ളാഹുവിൽ അവർക്ക് ശുപാർശ പറയുമെന്നിവർ മൂഢമായി വിശ്വസിച്ച് അവർ അന്ധരായിരിക്കുകയാണെന്നാണ് അവർ വിശ്വാസം പറയുന്നത്. നാം ഒരു കരുതലോടുകൂടിയിരുന്നില്ലായിരുന്നുവെങ്കിൽ ഈ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ വഴിപിഴവിലാക്കുമായിരുന്നു, നമ്മുടെ ആ പൂർവ്വപിതാക്കളുടെ മാർഗം തെറ്റിക്കുമായിരുന്നു എന്നാണ് അവർ പറയുന്നത്. അതിനുള്ള മറുപടി പറയുകയാണ്, അവർ പിന്നീട് അറിയുമെന്ന് പറഞ്ഞാൽ മഹ്ശറിൽ അവർ അറിയും. ഹീന യറൗനൽ അദാബ, ആ ശിക്ഷയെ അവർ നേർക്കുനേരെ കാണുന്ന സമയത്ത്, ആ ശിക്ഷയെ അവർ കാണുന്ന സന്ദർഭത്തിൽ അവർ അറിയും. എന്തറിയും? മൻ അളല്ലു സബീല, ആരാണ് അങ്ങേയറ്റം മാർഗം പിഴച്ചവനെന്ന് അവർ അറിയുക തന്നെ ചെയ്യും. അത് സത്യവിശ്വാസികളാണോ അല്ല ഈ പറയുന്ന ബൗദ്ധ വിശ്വാസികളാണോ? ആരാണ് മാർഗം തെറ്റിയവരെന്ന് കൃത്യമായ ആ ശിക്ഷ മഹ്ശറിൽ വെച്ച് നേർക്കുനേരെ കാണുമ്പോൾ അവർ അറിയുക തന്നെ ചെയ്യുമെന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല വ്യക്തമാക്കുന്നത്. ഇത്രയുമാണ് ഇതുമായി ബന്ധപ്പെട്ട് വിശദീകരിക്കാനുള്ളത്. ആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.